ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടൂളിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ കാണാനിടയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈൻ കൂടിയാണ്. കാരണം ഇന്ന് ചർച്ച ചെയ്യുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ ടൂള് വളരെ ഡെപ്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നോ അതിൻ്റെ ഒരു 10 മടങ്ങ് ഉയരങ്ങളിലോട്ട് നിങ്ങൾ പോകും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് എങ്ങോട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിടുക. ഫ്രീ ആവുന്ന സമയത്ത് അത് പോയിട്ട് പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, ഒരിക്കലും മിസ് ചെയ്യരുത്. കുറച്ച് സ്ലോലിയാണ് പറയുന്നത്, കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, വിഷ്വലൈസേഷൻ. പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ തിയറി നിങ്ങൾക്ക് ഡെപ്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് രണ്ടും നമ്മുടെ ഡിസയേർഡ് ഔട്ട്കമ്മുമായിട്ട് അലൈൻഡ് ആവുമ്പോൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പോൾ അങ്ങനെ അലൈൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിഷ്വലൈസേഷൻ ടൂള് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ വിഷ്വലൈസേഷൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് യൂണിവേഴ്സിന്, ഗോഡിന് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നൽകാൻ വളരെ ഈസി ആയിരിക്കും. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം കൃത്യമായിട്ട് എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് എടുത്തു തരാനായിട്ട് പറ്റും, അല്ലേ? അല്ല, നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് പോലും അറിയില്ല, നമുക്കത് പറയാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാത്ത സമയത്തോളം ആ വ്യക്തിക്ക് നിങ്ങൾക്കൊന്നും തരാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ പ്രോപ്പർ വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് 5 റൂൾസിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് റിലാക്സ് യുവർ മൈൻഡ് ആൻഡ് ബോഡി എന്നുള്ളതാണ്. ചുറ്റും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നിട്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ റൂമിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു, കണ്ണുകൾ അടക്കുന്നു. റിലാക്സ് യുവർ മൈൻഡ് ആൻഡ് ബോഡി. എങ്ങനെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും? നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, കുറച്ച് ബ്രീത്തിങ് ചെയ്യുക. ഒരു 10ഓളം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, 10ഓ 20ഓ. അതിനുശേഷം നിങ്ങൾക്ക് 10ൽ നിന്നും താഴോട്ട് കൗണ്ട് ചെയ്യുക മനസ്സിൽ. 10, 9, 8, 7, 6, 5 അങ്ങനെ പറഞ്ഞ് 0 വരെ കൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അത് സ്ലോവിലിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ജസ്റ്റ് കാമാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയെ കാമാക്കണം, റിലാക്സ്ഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാലിൻ്റെ തള്ളവിരലുണ്ടല്ലോ, അവിടെ മുതൽ നിങ്ങൾ ഓരോ വിരലുകൾ ഇങ്ങനെ പതിയെ റിലാക്സ്ഡ് ആവുന്നതായിട്ട് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ കാൽമുട്ട് വരെ ഉള്ള ഭാഗം ഫുള്ളായിട്ട് റിലാക്സ്ഡ് ആവുന്നു. അത് കഴിഞ്ഞ് തൈസ് റിലാക്സ്ഡ് ആവുന്നു, ഹിപ്പ് റിലാക്സ്ഡ് ആവുന്നു, സ്റ്റൊമക്ക് റിലാക്സ്ഡ് ആവുന്നു. അങ്ങനെ ഇങ്ങനെ പതിയെ ഓരോ ബോഡി പാർട്സിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് വരിക. അങ്ങനെ ടോപ്പ് ഓഫ് ദ ഹെഡ് വരെ നിങ്ങൾ വരിക. എന്നിട്ട് മൊത്തം റിലാക്സ്ഡ് ആയതിനു ശേഷം നിങ്ങൾ വിഷ്വലൈസേഷൻ പ്രോസസ്സിലോട്ട് കിടക്കുക. അങ്ങനെ വിഷ്വലൈസേഷൻ പ്രോസസ്സിലോട്ട് കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട റൂൾസുകളുണ്ട്. ആ റൂൾസ് എന്താണ് എന്നുള്ളത് നോക്കാം. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് യൂസ് യുവർ 5 സെൻസസ് എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 5 സെൻസസ് കൊണ്ട് മാക്സിമം ഫീൽ ചെയ്യുക. കാണുക, കേൾക്കുക, അനുഭവിക്കുക, ടേസ്റ്റ് ചെയ്യുക, സ്മെല്ല് ചെയ്യുക. അത്തരം സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണോ ഉള്ളതെങ്കിൽ അത് മാക്സിമം 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ റൂളായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ആഡ് പോസിറ്റീവ് ഇമോഷൻസ് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ജോയ്, എക്സൈറ്റ്മെൻറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് സന്തോഷം ആഡ് ചെയ്യുക, എക്സൈറ്റ്മെൻറ്റ് ആഡ് ചെയ്യുക. അതെപ്പോഴാണ് നമുക്ക് സാധിക്കുക? നമ്മൾ എന്താണോ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജോയ് വരും, എക്സൈറ്റ്മെൻറ്റ് വരും, പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമുക്ക് ലഭിച്ചു എന്നുള്ള ഫീലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നന്ദി ഫീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ 3 ഇമോഷൻ
ഇമോഷൻസും പോസിറ്റീവ് ഇമോഷൻസും നമ്മൾ ആഡ് ഓൺ ചെയ്യുക നമ്മുടെ വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി റൂൾ നമ്പർ 4 എന്താണെന്നുള്ളത് നോക്കാം. അത് ആ പിക്ചർ എന്താണോ ആ പിക്ചറിൽ നിങ്ങളെ കാണുക എന്നുള്ളതാണ്. സീ യുവർ സെൽഫ് ഇൻ ദ ഇമേജ്. അഥവാ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നമ്മളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അത് വളരെ ഈസി അല്ലേ? ഇപ്പോൾ നമ്മളൊരു കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാറ് നമ്മൾ ഓടിച്ചു പോകുന്നതായിട്ട് വിഷ്വൽ ചെയ്യുക. ആ കാറിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നു, നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എങ്ങോട്ടാണോ പോയിട്ടുള്ളത് അവിടുത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ കാറിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് യാത്ര ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീടിനുള്ളിൽ നമ്മളെ പ്ലേസ് ചെയ്യുക. നമ്മളവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ TV കാണുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നതോ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ആ വീടിനുള്ളിൽ നിങ്ങളെ പ്ലേസ് ചെയ്തുകൊണ്ട് വിഷ്വൽ ചെയ്യുമ്പോൾ അതിന് വളരെ വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് അത് മാക്സിമം ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ ആ ഇമേജിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു റൂള്, 4ാമത്തെ റൂള്. ഇനി 5ാമത്തെ റൂൾ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അഥവാ നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് എത്തിക്കാനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എത്ര ദിവസം ചെയ്യണമെന്ന് പല ആളുകളും ചോദിക്കും. 21 മുതൽ 30 ദിവസം വരെ നിങ്ങൾക്ക് ചെയ്യാം, 2 നേരം ഒരു ദിവസത്തിൽ ചെയ്യുകയാണെങ്കിൽ. ഇനി നിങ്ങൾ ഒരു നേരമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ 45 ഡേയ്സോ അല്ലെങ്കിൽ 60 ഡേയ്സോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡെയിലി രാവിലെ എണീറ്റ ഉടനെ ചെയ്യുക. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 21 ഡേയ്സ് എങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടും. എത്ര ഡ്യൂറേഷൻ ചെയ്യണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് 3 to 7 മിനിറ്റ്സ് ആണ്. മിനിമം 3 മിനിറ്റ്, മാക്സിമം 7 മിനിറ്റ്സ്. അത് ആക്ടിവിറ്റീസ് അല്ല, വിഷ്വലൈസേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കി ബ്രീത്തിങ്, മൈൻഡിനെ കാമാക്കുന്നത്, ബോഡി കാമാക്കുന്നത്, അതിനൊക്കെ 1-2 മിനിറ്റോളം നമ്മൾ എടുക്കുമെന്നുള്ളതാണ്. പിന്നീട് പ്രോസസ്സിലോട്ട് വരുമ്പോൾ ഒരു 3 to 7 മിനിറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ആ വിഷ്വലൈസേഷൻ പ്രോസസ്സ് മാത്രം 3 to 7 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. മാനിഫെസ്റ്റേഷൻ വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷനിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കണം, അത് അപ്ലൈ ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം, വിളിക്കാം, നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് 21 ദിവസത്തെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്. അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ വലിയ ആഗ്രഹങ്ങൾ ഒക്കെയുള്ള ആളാണ്, ഒരുപാട് സ്വപ്നം കാണുന്ന ആളാണ്, പ്രോപ്പറായിട്ട് അതൊക്കെ അച്ചീവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നേടാനുള്ള എല്ലാവിധ ഗൈഡൻസും ആ 21 ഡേയ്സിൽ പാക്കിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് എൻക്വയറി ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.